എയർ കേരള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇക്കാര്യത്തിൽ കേന്ദ്ര മാനദണ്ഡത്തിൽ ഇളവ് തേടിയിട്ടുണ്ടെങ്കിലും നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വിമാനത്താവളത്തിന്റെ പ്രതിവർഷ ശേഷി 3.5 കോടി യാത്രക്കാരായി ഉയർത്തുന്നത് ലക്ഷ്യമിട്ടാണ് പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1000 കോടി രൂപ ചെലവഴിച്ച് 2 വർഷം കൊണ്ടാണ് 15 ലക്ഷം ചതുരശ്രടി വിസ്തീർണമുള്ള മൂന്നാമത്തെ ടെർമിനൽ പൂർത്തിയായത്. നിലവിലെ അന്താരാഷ്ട്ര ടെർമിനൽ ഇനി ആഭ്യന്തര ടെർമിനലായി മാറും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. എയർ കേരള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ കേന്ദ്ര മാനദണ്ഡത്തിൽ ഇളവ് തേടിയിട്ടുണ്ടെങ്കിലും നടപടികളൊന്നും ആയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റ് പ്രയാസമുണ്ട്, പക്ഷെ ഗവൺമെന്റിന്റെ വിട്ടുകൊണ്ടല്ല, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇളവ്, അതായത് ഡൊമസ്റ്റിക് മേഖലയിൽ 5 കൊല്ലം പ്രവർത്തിക്കുന്ന വിമാന കമ്പനികൾക്ക് ഇന്റർനാഷണൽ റൂട്ടിൽ സർവീസ് നടത്താൻ അനുവദിക്കും. 20 എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിലേ അനുവദിക്കൂ. ഈ 2 വ്യവസ്ഥയും നമുക്ക് ഇളവ് വേണം. നമ്മളത് നിരന്തരം ആവശ്യപ്പെടുകയാണ്. അത് കിട്ടിയാൽ ഉടൻ തന്നെ ആരംഭിക്കും. മന്ത്രി കെ ബാബു, കെ എം മാണി, CLMD VJ കുര്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പുതിയ ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കാൻ മെയ് 24 വരെ കാത്തിരിക്കണം. കെട്ടിട നിർമ്മാണം മാത്രമാണ് നിലവിൽ പൂർത്തിയായത്. എയ്റോ ബ്രിഡ്ജുകളുടെ അടക്കം നിർമ്മാണം ഇനി പൂർത്തിയാകാനുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.